നമുക്ക് തുടങ്ങിയാലോ? ഇന്ന് മുതൽ തുടങ്ങാം. അപ്പോൾ നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ശരിക്കുള്ള പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാകേഷ് കൃഷ്ണ എന്നാണ്. ഒഫീഷ്യലി അറിയപ്പെടുന്നത് രാകേഷ് കൃഷ്ണ എന്നാണ്. എൻ്റെ ടെക്കോഡിക്കലി നെയിം അതാണ്. പക്ഷേ വിഷ്ണു എന്നാണ് എനിക്ക് വീട്ടിലൊക്കെ വിളിക്കുന്ന പേര്, നാട്ടിലറിയപ്പെടുന്ന പേര്. അതുപോലെ തന്നെ ഇപ്പോൾ വിഷ്ണുവിൽ ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. ആ ഒരു ട്രോളുകളൊക്കെ ഞാനും ആസ്വദിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും അങ്ങനെയുള്ള റീൽസുകൾ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. ഞാൻ അതെല്ലാം വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാറുമുണ്ട്. അതൊന്നും ഒരു പ്രശ്നമായിട്ടും തോന്നുന്നില്ല. ഈ ചാനൽ അല്ലെങ്കിൽ ഇങ്ങനൊരു പേജ്, ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ തോന്നുന്ന ഒരുപാട് ചിന്തകൾ, ആ ചിന്തകൾ എനിക്ക് മാത്രം തോന്നുന്നതാണോ, നിങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു അനുഭവങ്ങളുണ്ടോ, ചിന്തകളുണ്ടോ? നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വരുന്ന പല ഡൗട്ടുകളുടെയും അല്ല പല പ്രശ്നങ്ങളുടെയും ഇത് വെച്ചിട്ടാണ് ഞാൻ വരുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസിലൊരു വീഡിയോ എടുക്കുന്നത്. അതിങ്ങനെ ഒരു പബ്ലിക്കിലേക്ക് അത് എടുത്ത ദിവസം തന്നെ അത് അതുപോലെ തന്നെ പച്ചയ്ക്ക് പക്ക റോയായിട്ട് തന്നെ എത്തിക്കണം എന്നുള്ളൊരാഗ്രഹമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പാകപ്പിഴകൾ സംഭവിക്കാം. എൻ്റെ കണ്ണുകൾ അടഞ്ഞടഞ്ഞ് പോകുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഓരോ വീഡിയോയും ഓരോ ക്ലിപ്പും എടുത്ത് നോക്കുമ്പോൾ എൻ്റെ കണ്ണിൻ്റെ നോട്ടം അല്ലെങ്കിൽ അടഞ്ഞു പോകുന്നത് കുറേ കാര്യങ്ങളൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കിത് മാറ്റി മാറ്റി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു IT ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ളൊരു സോഷ്യൽ മീഡിയയിൽ ആകെ കൂടെ നമ്മൾ റീൽസ് കാണുന്നല്ലാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാണുന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു രീതിയിലുള്ള സംഭവങ്ങളിലും ഇതുവരെ എൻഗേജ് ആയിട്ടില്ല, അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ചാനൽ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മനസ്സിൽ തോന്നുന്ന ചിന്തകൾ തന്നെ മെയിനായിട്ട് നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ തന്നെ ചിന്തകൾ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ. നമ്മുടെ മൈൻഡിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ആ ഒരു ചിന്തകളിൽ വരുന്ന, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കുന്ന കുറേ പോയിന്റ്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇതായിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു തോട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞു. കറക്റ്റ് പറഞ്ഞാൽ ഇന്നേക്ക് 2 മാസമായി. അത് കുറച്ച് നാളായിട്ടുള്ളൊരു തോട്ടായിരുന്നു. ട്വിറ്ററിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ പേര് X ആണല്ലോ. Xൽ ഞാനന്നൊരു പോസ്റ്റ് ഇട്ടു. എൻ്റെ ആക്ച്വലി ട്വിറ്റർ ഉണ്ടെങ്കിലും ഞാൻ ആരെയും ഫോളോ ചെയ്യുന്നില്ല, എന്നെ ആരും ഫോളോ ചെയ്യുന്നില്ല. ജസ്റ്റ് അത് എപ്പോഴും ഒരു ആവശ്യത്തിനെടുത്ത് ഇട്ടു എന്നല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യങ്ങളും അതിൽ പോകുന്നുണ്ടായിരുന്നില്ല. എന്തോ ഒരു നിയോഗം പോലെ കറക്റ്റ് 2 മാസം മുന്നേ ഈ ഒരു പ്ലാനിലേക്ക് വരികയും ആ ഒരു ഇതിൻ്റെ ഒരു ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ട്വിറ്ററിൽ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും, പക്ഷേ അത് ഞാനും ഫോളോ ചെയ്യുന്നില്ല, എന്നെ ആരും ഫോളോ ചെയ്യുന്നില്ല. അത് ജസ്റ്റ് പറഞ്ഞാൽ എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ്റെ ഇതിലതങ്ങ് പോയി. ഡേ ടു ഡേ ലൈഫിൽ വരുന്ന എല്ലാ ഇൻസിഡൻസും, നമുക്ക് എല്ലാ വികാരങ്ങളും, സന്തോഷമായാലും സങ്കടമായാലും വിഷമമായാലും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ദേഷ്യമാണെങ്കിലും ഫ്രസ്ട്രേഷൻസ് ആണെങ്കിലും നമുക്ക് വരുന്ന എന്തൊരു ചിന്തയും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഓപ്പണായിട്ട് പറയാം. മറ്റൊരു വ്യക്തികളുടെ എന്താ പറയുക, സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാത്തതുപോലെയും അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലും അവർക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള എന്തൊരു കാര്യത്തിനും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതിനാണ് എനിക്കാഗ്രഹം. ഞാനിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങി. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഇപ്പോൾ പബ്ലിഷ് ചെയ്യുമ്പം എനിക്കുള്ള മെയിൻ ഒരു കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ അറിയാവുന്നവർ പോലും ചിലപ്പോൾ ഞെട്ടിപ്പോകും ഞാൻ ഇത്രത്തോളം സംസാരിക്കുമോ, അല്ലെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് നേച്ചർ ഇങ്ങനെയാണോ, എനിക്കറിയത്തില്ല. എങ്ങനെയാണെങ്കിലും ഞാനിതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ടാണ് എടുക്കുന്നത്. ഒരു നല്ല തുടക്കമാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് തുടങ്ങുന്നത്. ഞാൻ എനിക്ക് തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അതിനപ്പുറത്തേക്ക് പോകാനായിട്ടുള്ള ഒരുപാട് ഒരു ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്ത് ഞാനായിട്ട് പുറത്തേക്ക് വരുന്നൊരു ഡേ ആണിന്ന്. അപ്പോൾ എൻ്റെ ലൈഫിലൊരു പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളിതുവരെയും ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ മൈൻഡിലും അതേപോലെ തന്നെ ഞാൻ സ്വയവും ഒറ്റയ്ക്കും ഉറക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നോട് തന്നെ സ്വയം തന്നെ. അത് ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ ചിലർ കളിയാക്കി തമാശയ്ക്ക് വരെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ നിനക്ക് എന്താ ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കാം, ട്രോളുകൾ ചോദിക്കും. പറഞ്ഞാൽ നമ്മളോട് സംസാരിക്കുക ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെക്കാൾ നല്ലപോലെ മനസ്സിലാക്കാനായിട്ട് വേറൊരാൾക്ക് സാധിക്കുകയില്ല. ഒരുപാട് എന്താ പറയുക, അപ്പ് ആൻഡ് ഡൗൺസ് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. നല്ലതും ചീത്തയും സംഭവിച്ചിട്ടുണ്ട്. ഞാനിപ്പം ആകെ മൊത്തം കൂട്ടി ഹരിച്ചും കുണിച്ചും കുറച്ചും എല്ലാം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാഭം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എത്തി ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കുന്നതിൻ്റെ പോസിറ്റിവിറ്റിയെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഒതുങ്ങിക്കൂടിയ ഒരു ഇതിൽ നിന്നും ഞാൻ കുറച്ചുകൂടെ ഒന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മൈൻഡിലുള്ള സബ്ജക്റ്റുകൾ, അതിനെ കുറച്ചുകൂടെ എന്താ പറയുക, നിങ്ങളിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എനിക്കതിൽ വഴി പഠിക്കാൻ, എനിക്കതിൽ വഴി മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈഫിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജായിട്ട്. നാളിതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കും വലിയ രീതിയിൽ പറയാനായിട്ടൊന്നുമില്ല. ഒരു റെഗുലർ ഒരു നോർമൽ ലൈഫിൽ കൂടെ തന്നെയാണ് ഞാൻ ഇത്രയും നാളെ പൊയ്ക്കൊണ്ടിരുന്നത്.
അതിനെയൊക്കെ മറികടന്ന് ഞാനിപ്പോൾ ഒരു പുതിയൊരു സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഇത് എത്രത്തോളം എനിക്ക് നന്മ തരും എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഞാനൊരു പോസിറ്റീവായിട്ടുള്ളൊരു ദിവസമായിട്ട് തന്നെ വിചാരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എത്രത്തോളം സക്സസ് ആവുമെന്നോ എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തുമെന്നോ ഒന്നിനെപ്പറ്റി ഒരു ധാരണയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു തുടക്കമാണ്. എന്നെ അറിയാവുന്ന കുറച്ച് ആൾക്കാരിലേക്ക് ഞാൻ ആദ്യം എത്തിക്കുന്നു. ഇതൊരു ചെറിയ ചാനലായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കാം. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന ചിന്തകൾ, എൻ്റെ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പം അത് എത്രത്തോളം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാലും കുറേ ആൾക്കാരൊക്കെ എൻ്റെ തോട്ടുള്ള അല്ലെങ്കിൽ എന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു തുടക്കമാണ്. കാരണം ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒരു കഴിവുമില്ല. ഇപ്പോൾ നമ്മുടെ നാഗചേച്ചി പറയുന്നത് പോലെ തന്നെ നമുക്ക് ആർക്കും ഒരു കഴിവില്ല, നിനക്കൊക്കെ എന്ത് കഴിവാടാ ഉള്ളതെന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്ന് തുടങ്ങിയതാണ്. ഇത് മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. എനിക്കിതിനെ കട്ട് ഷോട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്ന വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു കുറച്ച് മിനിറ്റ്സ്. എനിക്കറിയില്ല എത്രത്തോളം നിങ്ങളിലേക്ക് റിലേറ്റ് ചെയ്ത് എത്തും എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്ക ശ്രമം ആയതുകൊണ്ട് ഞാൻ മാക്സിമം ഷോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാനത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു റിലവൻ്റ് ആയിട്ടുള്ളൊരു സാധനം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ തോന്നിയാൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പറയുന്ന സബ്ജക്റ്റുകളെ പറ്റി സംസാരിക്കാം. അപ്പം എല്ലാവിധ സന്തോഷങ്ങളും സമാധാനവും നേരുന്നു. ശുഭരാത്രി.